കൊച്ചി കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവനും പോയ രണ്ട് വള്ളികളുടെ ഉടമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാർത്ത അവതാരികയുണ്ട് കേരളത്തിൽ. ഇപ്പൊ പുള്ളിക്കാരെയാണ് പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞു തരുന്നത് മറ്റാരെയും കുറിച്ചല്ല, വൺ ആൻഡ് ഉള്ളി സേതുലക്ഷ്മി. ആളിപ്പോ കുറച്ച് ദിവസമായിട്ട് എയറിലാണല്ലോ. പലരും പലയിടത്തും പുള്ളിക്കാരെ ശ്രദ്ധിച്ചു കാണും. ആളിപ്പോ നിലവിൽ ന്യൂസ് മലയാളം 24/7 വാർത്താ അവതാരികയാണ്. അതുകൂടാതെ പലരുടെയും ക്രഷ് ആണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തോ എന്തായാലും റീസെന്റ് പല പ്രമുഖ ചാനലുകളിലും ഈ പറഞ്ഞ സേതുലക്ഷ്മി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും വേണ്ട രീതിയിലുള്ള ഒരു പബ്ലിക് അറ്റൻഷൻ സേതുലക്ഷ്മി കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മലയാളം ന്യൂസ് 24/7 ഈ പറഞ്ഞ സേതുലക്ഷ്മി ചേക്കേറുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം സേതുലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് അത്യാവശ്യം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ വലിയ വലിയ ചാനലുകളിൽ വർക്ക് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്ത ഒരു ചാനലിലേക്ക് ചേക്കേറുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഓഫർ ചെയ്തിട്ടാണല്ലോ അവര് ജേർണലിസ്റ്റിനെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെ ബിഗ് ടി വി തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. പല ചാനലുകളിൽ നിന്നായി എത്രയോ ജേർണലിസ്റ്റിന് വലിയ വലിയ തുകകൾ ഓഫർ ചെയ്തിട്ടാണ് ബിഗ് ടി വി ന്യൂസ് തുടങ്ങുന്ന സമയത്ത് പല ജേർണലിസ്റ്റുകളെയും അങ്ങോട്ട് വലിച്ചത് അല്ലേ. ഒരു ജേർണലിസ്റ്റ് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തുക ഓഫർ ചെയ്തിട്ടാണ് സുജയ പാർവതി ഇവര് ചീഫ് എഡിറ്ററാക്കി മാറ്റിയത്. അതൊക്കെ അന്ന് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ന്യൂസ് മലയാളംകാര് വലിച്ചതാണ് ഈ പറയുന്ന സേതുലക്ഷ്മിയെ. അങ്ങനെ അത്യാവശ്യം വലിയ ചാനലുകളിലൊക്കെ വാർത്താവതാരികയായിട്ട് വർക്ക് ചെയ്ത് സേതുലക്ഷ്മി നേരെ ന്യൂസ് മലയാളത്തിൽ എത്തുന്നു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം പുള്ളിക്കാർ പുതിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ തുടങ്ങി. ആ പ്രോഗ്രാമിന്റെ പേരാണ് ഹലോ മലയാളം. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ ടിവിയിലൊക്കെ ന്യൂസ് മലയാളം ചാനൽ തുറന്നു കഴിഞ്ഞാണെങ്കിൽ സേതുലക്ഷ്മിന്റെ ഹലോ മലയാളം എനിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പരിപാടി ഇപ്പൊ അത്യാവശ്യം കയറി കൊടുത്തിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ കൊടുത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ സേതുലക്ഷ്മിക്ക് വാർത്ത വായിക്കാനുള്ള കഴിവ് മാത്രമല്ല കേട്ടോ, ആ പരിപാടിക്ക് സേതുലക്ഷ്മി ധരിച്ചു വരുന്ന വസ്ത്രം കൂടിയാണ്. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടുക്കാണ് കഴിഞ്ഞ ജൂലൈ 17, അതായത് കർക്കിടക മാസത്തിന്റെ തുടക്കത്തിൽ സേതുലക്ഷ്മി ഹലോ മലയാളം എന്ന പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു ഒന്നൊന്നര പ്രത്യക്ഷപ്പെടലായിരുന്നു മക്കളെ. ആ പ്രത്യക്ഷപ്പെടലാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചത്. നമുക്ക് എന്തായാലും സേതുലക്ഷ്മിയുടെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ആ അന്നത്തെ ഹലോ മലയാളം എപ്പിസോഡിലെ ചെറിയൊരു ഭാഗം കണ്ടുനോക്കാം. ഇന്ന് 2026 ജൂലൈ മാസം 17, മലയാള മാസം കർക്കിടകം 1 ഇന്ന്. മലയാളികൾക്ക് കർക്കിടകം എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും മഴയുടെയും രാമായണ മാസത്തിന്റെയും അതേപോലെ വീടുകളിൽ ഔഷധക്കഞ്ഞിയുടെയും കുടുംബസ്നേഹത്തിന്റെയും ഒക്കെ ഒരു കുളിർകാലം കൂടിയാണ്. പണ്ട് ഈ കാർഷിക സമൂഹത്തിൽ ഏറ്റവും കഷ്ടകാലമായിരുന്നു എന്നതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിനെ ഇപ്പോഴും, പണ്ട് മാത്രമല്ല ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷെ ആ കഷ്ടകാലത്തെ പോലും പ്രാർത്ഥനയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും ആത്മവിചിന്തനത്തിലൂടെയും ഒക്കെ അതിജീവിക്കാനാണ് നമ്മുടെ പൂർവികരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കർക്കിടകം ജീവിതത്തിൽ പ്രതിസന്ധികളെ ക്ഷമയോടെയും പ്രത്യാശയോടെയും നേരിടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇരുളടഞ്ഞ നാളുകൾക്കു ശേഷം വെളിച്ചത്തിന്റെ ഒരു നല്ല നാളെ പ്രകൃതി നമുക്ക് വേണ്ടി നൽകും എന്നൊരു വലിയ ജീവിത സന്ദേശം കൂടിയാണ് ഓരോ കർക്കിടകവും നമുക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു കർക്കിടക മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. ഇത് വല്ലാത്തൊരു തുടക്കമായി പോയി. എല്ലാരും വാർത്തയൊക്കെ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലെ. മെജോറിറ്റി ഓഫ് ആളുകളുടെയും ശ്രദ്ധ വാർത്തയിലേക്കല്ല പോയതെന്ന് അറിയാം. എന്നാലും ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ആർക്കും വാർത്തയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ്. എന്നാൽ പറയുന്നതോ വേറെ ചില കാര്യങ്ങളെ കുറിച്ചാണ്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. കർക്കിടക മാസത്തിൽ തുണി ശരീരത്തിൽ ധരിക്കരുതെന്ന് ആരാ മക്കളെ പറഞ്ഞത്? വാർത്ത വായിക്കാൻ സമയമായി, ബ്ലൗസ് ഇടാൻ നേരം കിട്ടിയില്ല പാവം. അയ്യോ, പണ്ടത്തെ അമ്മൂമ്മമാര് വള്ളി ബോഡീസ് ആണ് ഇട്ടിരുന്നത്. യു ക്യാൻ വിയർ ഗുഡ് ഡ്രസ്, അതിന് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇനി ചെറുപ്പക്കാരും ന്യൂസ് കാണാൻ തുടങ്ങും, പുതിയ ടെക്നിക്. ഇങ്ങനെ നേടുന്ന കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഫുൾ ആളുകൾ പുള്ളിക്കാരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ്. അത് പിന്നെ അങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കൂ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സേതുലക്ഷ്മി ഇതിനു മുമ്പ് ഒരുപാട് ന്യൂസ് ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. റീസെന്റ് വർക്ക് ചെയ്ത ചാനൽ എന്ന് പറയുന്നത് മാതൃഭൂമി ന്യൂസ് ആണ്. അവിടെ ആണെങ്കിൽ ഒരു പ്രത്യേക ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോട്ടും ചൂട്ടും ഒക്കെയാണ് അവിടുത്തെ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഡ്രസ് കോഡിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്കാരി ന്യൂസ് മലയാളത്തിലേക്ക് ചേക്കേറുന്നത്. ന്യൂസ് മലയാളത്തിൽ എത്തി നോക്കുമ്പോൾ എന്താണ്, അവിടെ പ്രത്യേകിച്ച് ഡ്രസ് കോഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് വാർത്ത വായിക്കാന്നുള്ള ഒരു ഫ്രീഡം അവിടുന്ന് പുള്ളിക്കാരിക്ക് കിട്ടി. അത് പുള്ളിക്കാരി മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇത് മാത്രമല്ല കേട്ടോ, പുള്ളിക്കാരി ഇതേ രീതിയിലുള്ള വേഷവിധാനത്തിൽ മുമ്പും പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചില വീഡിയോകൾ കാണിച്ചു തരാം. കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ന്യൂസ് റീഡർ അത് സേതുലക്ഷ്മിയാണ്. ന്യൂസ് മലയാളം ചാനലിൽ ഇവർ വാർത്ത വായിക്കാൻ തെരഞ്ഞെടുക്കുന്ന വേഷവിധാനമാണ് ഇത്രയധികം ആരാധകരെ ഉണ്ടാക്കി നൽകിയത്. കണ്ടല്ലോ, പല രീതിയിലും പുള്ളിക്കാർ ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ പിന്തുടരാറുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമാണെന്ന് നിങ്ങൾ കരുതണ്ട. നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചും പുള്ളിക്കാരെ വാർത്ത അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. ട്രാമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഒരു ശക്തമായ വേദന സംഹാരി മരുന്നാണ്. മസ്തിഷ്കത്തിലെയും നാഡീവ്യവസ്ഥയിലേക്ക് വേദനയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒപ്റ്റിയോയിഡ് റിസെപ്റ്ററുകളിൽ പ്രവർത്തിച്ചാണ് ഇവ
വേദനയെ ഇല്ലാതാക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ശക്തമായ വേദന. അതാണ് ഇവിടെ സേതുലക്ഷ്മി വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് സ്ലീവ്ലെസ് ബ്ലൗസ് തൊട്ട് ചുരിദാർ വരെ ധരിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുന്ന സമയത്ത് മാത്രമാണ് അത്യാവശ്യം തെറിവിളികളും കാര്യങ്ങളും വരുന്നതെന്ന് മാത്രം. അല്ലാത്തപ്പോ പുള്ളിക്കാരി അധികം ആരും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ പുള്ളിക്കാരുടെ ഇത്രയും വസ്ത്രധാരണങ്ങൾ കാണുന്ന സമയത്ത് പലരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണ് പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. എനിക്കിവിടെ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരിക്ക് പുതിയ ചാനലിലേക്ക് ചേക്കേറിയപ്പോൾ കിട്ടിയ വസ്ത്ര സ്വാതന്ത്ര്യം പുള്ളിക്കാരി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഓരോ വസ്ത്രവും ധരിച്ചു വന്ന് വാർത്ത അവതരിപ്പിക്കുന്നത്. പിന്നെ എവിടെയൊക്കെ കിടന്ന് അധികം ആരും ശ്രദ്ധിക്കാത്ത ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ പുള്ളിക്കാരി കാരണം 4 ആൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് തന്നെയാണല്ലോ. എന്നാൽ ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ നമ്മുടെ സേതുലക്ഷ്മി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു മാധ്യമ പ്രവർത്തകയാണ് സേതുലക്ഷ്മി. സ്വാഗതം. ഹലോ. സേതുലക്ഷ്മി നമ്മൾ അടിക്കുമ്പോൾ കാണുന്ന കമന്റ്സും അല്ലെങ്കിൽ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. ഈ ക്യാപ്ഷൻ കാണുന്ന സ്ഥലത്ത് എന്താ ശരിക്കും ഫീൽ ചെയ്യുക? ശരിക്കും കാണുമ്പോൾ സന്തോഷമൊക്കെ തോന്നും. കാരണം നമ്മൾ പറയുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ ചേച്ചി. ചേച്ചി പറയുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ചേച്ചി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ചേച്ചീന്റെ വാർത്ത ആൾക്കാർ ഇരുന്ന് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനായിട്ട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ചേച്ചി ധരിക്കുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് അഭിമാനിക്കാതിരിക്കേണ്ട ചേച്ചി. എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ വാർത്ത കാണുന്നവരിൽ പലരും ചേച്ചി വാർത്തകൾ വന്നിരുന്ന് പറയുന്നത് എന്താണെന്ന് പോലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ചേച്ചി ധരിച്ചു വരുന്ന വസ്ത്രങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് പലരും ചേച്ചിയുടെ ന്യൂസ് കാണുന്നത്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. നമ്മളെ കാണുമ്പോൾ പിന്നെ മാത്രമല്ല ഇപ്പൊ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോ ഒക്കെ നന്നായിട്ട് സംസാരിക്കുക, വാർത്ത കാണാറുണ്ട്, ഇഷ്ടമാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെല്ലാം ചെയ്യുന്നതും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ നമ്മള് ഒരു പണ്ടൊക്കെ ഇപ്പം പറയുന്ന പോലെ നമ്മൾ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ വീടിന് ഒരു യൂട്യൂബറിന്റെ തലയിലായിരിക്കും. അത്രയധികം ആളുകൾ യൂട്യൂബേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ആളുകൾ നമുക്ക് പരിചിതങ്ങളായ കുറെ ആളുകളുണ്ട്. അതിനിടയിൽ ഇപ്പോഴും ചാനലുകൾ നിലനിൽക്കുന്നു. ചാനലുകളിൽ എന്തോരം വാർത്താ അവതാരകരുണ്ട്, അവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു, നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എന്തായാലും അങ്ങനെ തന്നെ ചേച്ചിക്ക് അങ്ങോട്ട് നിലനിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരൊന്നും അധികം നിലനിന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു സമയത്ത് കത്തി നിൽക്കും, പിന്നെ അധികാരം ശ്രദ്ധിക്കൂല. അങ്ങനെ ഒരു അവസ്ഥ സേതുലക്ഷ്മിക്ക് വരാതിരിക്കട്ടെ. തൽക്കാലം ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിച്ച് സന്തോഷിക്കുന്ന ഒരാളാണോ? ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് എന്തായിരിക്കും? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ കമന്റ്സ് വായിക്കുന്നത് രാവിലെ എന്റെ ഷോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം കമന്റ്സ് വായിക്കും. അതിപ്പോ നമ്മളൊരു ഫാമിലി പോലെ ആയെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരും എനിക്കറിയാം. സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാര് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവരെ വീട്ടിൽ അരക്കേണ്ട ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ഇന്നലെ എവിടെ പോയി, പനിയാണോ, പനി കുറഞ്ഞോ, അങ്ങനെ പോലും നമുക്കറിയാവുന്ന ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പൊ കാണുമ്പോൾ ഇതിന്റെ സാരീസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ആണ് ഗേൾസ് എന്നില്ല ഞാൻ നോക്കാറ്. അപ്പൊ ഈ ഡ്രസ്സിങ്ങിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ ന്യൂസ് പ്രസന്റേഷനിൽ മാറ്റം വന്ന പോലെ റീഡിംഗിൽ ചേഞ്ച് വന്ന പോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത്, ഞാനത് പോസ്റ്റ് കാണിച്ചത്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് കൊടുത്ത ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാണ്. അത് ഞാൻ കാണിക്കട്ടെ. ഇതിന് കൊടുത്ത ക്യാപ്ഷൻ: കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. ആ ഒരു വള്ളിയും കൂടി കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു വള്ളി കണ്ടതിന് പുകിൽ അങ്ങോട്ട് തീർത്താ തീരുന്നില്ല. അപ്പൊ രണ്ടാമത്തെ വള്ളി കൂടി കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഇവിടെ അവതാരിക അവസാനം സംസാരിച്ചത് സേതുലക്ഷ്മിയുടെ ഒരു പോസ്റ്റിനെ കുറിച്ചാണ്. സേതുലക്ഷ്മിയുടെ കർക്കിടക മാസത്തിലെ ആ ന്യൂസ് അത്യാവശ്യം വൈറലായതോടെ, അത് കാരണം സേതുലക്ഷ്മിക്ക് അത്യാവശ്യം തെറികൾ വീടുകൾ കേൾക്കാൻ തുടങ്ങിയതോടെ സേതുലക്ഷ്മി എന്ത് ചെയ്തെന്ന് അറിയോ? തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചുതരാം. കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ പോയ ആ 2 വള്ളികൾ. ഇഫ് 2 straps can shake your peace of mind, the problem is in my outfit. അതായത് 2 സ്ട്രാപ്പ് നിങ്ങളുടെ മനസമാധാനത്തെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം അവിടെ എന്റെ വസ്ത്രമല്ല എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത്. അതിനെക്കുറിച്ചാണ് അവതാരിക അവസാനം ചോദിച്ചത്. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. സോ അത് അതിനടിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ പ്രോബ്ലം ഈ ഒരു ഡ്രസ് അല്ല എന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഒരു റീസൺ? അല്ല, അത് ഇത്രയധികം വാർത്തയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ചർച്ചയാവുന്ന. ഇത് ശരിക്കും പറഞ്ഞാ അതെന്താ അങ്ങനെ വിവാദമായത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, പിന്നെ കുറെ കണ്ടു, പിന്നെ റോസ്റ്റിംഗ് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ.
അപ്പൊ അങ്ങനെ കമന്റ്സ് എല്ലാം വായിച്ച് കുറെ കഴിഞ്ഞപ്പോ വെച്ചെങ്കിൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മള് വാർത്ത വായിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു 24 മണിക്കൂർ ന്യൂസ് ചാനൽ വാർത്ത വായിക്കുന്നത് മാതൃഭൂമിയിലാണ്. അപ്പൊ മാതൃഭൂമി ന്യൂസിൽ ഞാൻ വാർത്ത വായിക്കുന്ന ടൈമിൽ അവിടെ നമുക്കൊരു കൃത്യമായ ഡ്രസ് കോഡ് ഉണ്ട്. ഈ ഡ്രസ് കോഡാണ് അവിടെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ്യൂമറോടൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് ഞാൻ ന്യൂസ് മലയാളത്തിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് കോസ്റ്റ്യൂമറൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇടാം. അത് ക്യാമറയ്ക്ക് ഓക്കെ ആയാൽ മതി. നമ്മൾ ഓക്കെ ആവണം, ക്യാമറയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇടാം. എനിക്കൊരു ഇന്ന ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ളതിൽ ഒരു റെസ്ട്രിക്ഷനേ ഇല്ല ന്യൂസ് മലയാളത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില. അത് ഇപ്പോഴെന്നല്ല, ചെറിയ കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സുകൾ ഇടാനായിട്ട്. അതാണ്, ഇതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ തൊട്ട് മുമ്പ് പറഞ്ഞത്. പുതിയ ചാനൽ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടിയ വസ്ത്ര സ്വാതന്ത്ര്യം പുള്ളിക്കാരി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് കണ്ട ആളുകൾ എന്ത് പറയുന്നു, ആളുകൾ എന്ത് കമന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പുള്ളിക്കാരി ബോധർ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നു, അത് കാണുന്നവർക്ക് എത്ര വിയേഡ് ആണോ ഇല്ലയോ എന്നൊന്നും പുള്ളിക്കാരി ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചു വന്ന് പുള്ളിക്കാരി ന്യൂസ് പ്രസന്റ് ചെയ്യുന്നു. അത് കാരണം എത്രയൊക്കെ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടും പുള്ളിക്കാരി അതൊന്നും മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരുടെ പണിയെടുത്ത് പോകുന്നുണ്ട്. അതോടെ പുള്ളിക്കാരന്റെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇത്രയൊക്കെ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടും പുള്ളിക്കാരിയുടെ സംസാരം നോക്കി വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സേതുലക്ഷ്മിക്ക് പകരം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറിച്ച് സംസാരിച്ചേനെ. എന്റെ വസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ ഇവരാരാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പറഞ്ഞേനെ അല്ലേ. പക്ഷെ അവിടെ സേതുലക്ഷ്മി നോക്കി നിങ്ങൾ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാർക്ക് കിട്ടുന്ന സൈബർ അറ്റാക്ക് ഒന്നും പുള്ളിക്കാരി ബോധറേ ചെയ്യുന്നില്ല എന്നുള്ളത്. നല്ലതാണത്. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. എന്റെ ശരീരപ്രകൃതി എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഞാൻ എത്ര വിചാരിച്ചാലും ഞാൻ അങ്ങ് മെലിഞ്ഞു പോവില്ല. ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് മെലിയാൻ പറ്റില്ല. വെള്ളം കുടിച്ചാലും തടിക്കും. അതെ, നല്ല മനസ്സായതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കുടിച്ചാലും തടിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ മരണ വർക്കൗട്ട് എടുത്താൽ പോലും ഒരു പരിധിക്കപ്പുറം എന്റെ തടിയൊന്നും കുറയില്ല. വീട്ടിലെ എല്ലാരും ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്. അപ്പം സാധാരണ എല്ലാരും പറയുമല്ലോ, അപ്പം തടിയുള്ള ആളുകൾക്ക് ഇന്ന ഡ്രസ്സ് ചേരില്ല, അവർ ഇന്ന ഡ്രസ്സ് ചേരുള്ളൂ, അവരുടെ കൈക്ക് കുറച്ച് തടി കൂടുതലാണ്, കൈ കാണുമ്പോൾ പ്രശ്നമാ, അങ്ങനൊക്കെ പറയും. എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം. ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. അങ്ങനെ എനിക്ക് സ്വയം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. എനിക്ക് ചേരുവോ ഇല്ലെന്ന് ഞാൻ നോക്കില്ല, എനിക്കിഷ്ടമാണ്. അതാണ്, അതൊരു പ്രശ്നമാണ്. എനിക്ക് പ്രശ്നമാണെന്നല്ല പറഞ്ഞത്, മലയാളികൾക്ക് ഒരു പ്രശ്നമാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഇപ്പൊ ഇവിടെ സേതുലക്ഷ്മി പറഞ്ഞല്ലോ, എനിക്ക് നല്ല തടിയുണ്ട്, അത് കാരണം ചില വസ്ത്രങ്ങളൊന്നും എനിക്ക് ചേരില്ല, പക്ഷെ എന്നിട്ടും ഞാൻ അത് എടുത്തിടും, കാരണം എനിക്ക് ആ വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ സേതുലക്ഷ്മി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ തടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോഡി ഫിറ്റ് ഉള്ള വസ്ത്രങ്ങളൊന്നും അധികം ധരിക്കാൻ പറ്റത്തില്ല. കാരണം അത്തരം വസ്ത്രങ്ങൾ അവർ ധരിച്ചു വന്നു കഴിഞ്ഞാണെങ്കിൽ അവരുടെ ബോഡി കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. സ്വാഭാവികമായിട്ടും അത് കാണുന്ന പലർക്കും വീട് ഫീലിംഗ് വരുത്തും. ഇവർ കാണിക്കാൻ വേണ്ടി ധരിച്ചതാണെന്നുള്ള രീതിയിലുള്ള ഒരു ഫീലൊക്കെ പലർക്കും ഉണ്ടാകും. അത് അവരുടെ ബോഡി ടൈപ്പിന്റെ പ്രശ്നമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ അവതാരികനെ നിങ്ങൾ നോക്കി, പുള്ളിക്കാരി സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് ധരിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ പുള്ളിക്കാരി അത്യാവശ്യം മെലിഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് അത്ര വീടായിട്ട് തോന്നില്ല. ഇനി ഇതേമാതിരിയുള്ള സ്ലീവ്ലെസ് സേതുലക്ഷ്മിയാണ് ധരിച്ചതെങ്കിൽ പലർക്കും അത് വീടായി തോന്നാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിക്കാരുടെ ബോഡി കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അതാണ് മെലിഞ്ഞവരും തടിച്ചവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ തടിച്ച ആളുകൾ ബോഡി ഫിറ്റ് ഡ്രസ്സുകൾ ഒഴിവാക്കാറാണ് പതിവ്. മാക്സിമം ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷെ ഇവിടെ സേതുലക്ഷ്മി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി പിന്തുടരുന്നു എന്നുള്ളതാണ്. ഇവിടെ ബോഡി ഫിറ്റും പോകും, ചുരിദാറും പോകും, സാരിയും പോകും, എല്ലാം പോകും. അത് കണ്ട് ആളുകൾ എന്ത് പറയും എന്നുള്ളത് പുള്ളിക്കാരി ചിന്തിക്കുന്നും കൂടി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് കേട്ടോ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കാണുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടും. ഞാനിപ്പം ഓണേറിൽ തന്നെ ഇതേ പറയുന്ന പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടും, എല്ലാ ഡ്രസ്സും ഇടും. ഇപ്പൊ ഈ വിവാദമായ ഡ്രസ്സ് പോലും, ഈ ബ്ലൗസ് പോലും 2 വള്ളി, ഈ 2 വള്ളി ഞാൻ ഇനിയിപ്പോ ട്രെൻഡ് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ചപ്പോ പക്ഷെ അതില് വിവാദമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ഓഫീസിന്റെ ന്യൂസ് മലയാളത്തിന്റെ 2nd ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ബ്ലൗസ് ആണത്. പറഞ്ഞ് ചെയ്യിപ്പിച്ച ബ്ലൗസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ. അതെ. പക്ഷെ അന്നത് വാർത്തയായിരുന്നില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വാവ് ചെയ്തു എന്ന് പറഞ്ഞ ആളുകൾ. ഇതിന്റെ പ്രശ്നം അതാ ബ്ലൗസിന്റെ ആണോ അതോ ഞാൻ ആ കർക്കിടക ദിവസം പറഞ്ഞതാണോ എന്നതാണ് എന്റെ സംശയം. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. ഇത് കർക്കിടക ദിവസത്തിന്റെയും തേങ്ങാക്കോലിന്റെ ഒന്നല്ല. എന്തോ ഭാഗ്യത്തിന് കർക്കിടക ദിവസമാണ് നിങ്ങൾ ഇട്ട് വന്ന ബ്ലൗസ് ആളുകൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അന്നത്തെ ദിവസം ആളുകൾ പറഞ്ഞതേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കർക്കിടക ദിവസം പറഞ്ഞതിന്റെ അല്ല. കർക്കിടക ദിവസം ഇന്ന ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ എന്ന നിയമമൊന്നും ഇല്ലല്ലോ എവിടെയും. കർക്കിടക ദിവസത്തിലായി പോയി ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അന്നേ ദിവസം നിങ്ങൾക്ക് ചീത്തവിളി കേൾക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി കേട്ടോക്കെ എന്തായാലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരെല്ലാരും കമന്റ്സ് വരുന്നതെല്ലാം ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അതെ. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം.
ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. അത് തെറ്റാണ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാതെ വസ്ത്രം അത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് വരാന്ന് അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല. അത് മനസ്സിലാവാത്തോണ്ടാണ് ഇങ്ങനെ. മലയാളികൾ ഇങ്ങനെയാണ്, അവരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട് സ്ത്രീകൾ ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു സ്ത്രീ വസ്ത്രധാരണം പിന്തുടർന്നു കഴിഞ്ഞാണെങ്കിൽ അവർ ചീത്ത വിളിക്കും, നല്ലോണം സൈബർ അറ്റാക്കും ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ മലയാളികൾ അങ്ങനെയാണ്, മലയാളികളുടെ പ്രകൃതം അങ്ങനെയാണ് ഉള്ളത്. പറയാലോ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ അമിത ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന മലയാളികൾ എന്ന്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഏതെങ്കിലും ഒരാൾ വസ്ത്രം ധരിച്ചു വരുന്ന സമയത്ത് അവരെ വല്ലാണ്ട് അങ്ങ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. എന്തിനു പറയുന്നു, ഇവിടെ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം സ്ത്രീകളുടെ വ്യക്തിത്വം നിശ്ചയിക്കേണ്ടത് വസ്ത്രം നോക്കിയാണോ എന്നുള്ള രീതിയിൽ ചർച്ചകൾ വരെ നടന്നിട്ടുണ്ട്. ആ രീതിയിൽ വരെ ചർച്ചകൾ നടന്നിട്ടുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ, എന്തായാലും ബാക്കിയോട് പറഞ്ഞോട്ടെ. ഇപ്പം കർക്കിടക മാസം ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം വിവാദത്തിനല്ലെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പം രാമായണത്തിന്റെ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേനും സായി പല്ലവിക്ക് നേരെ എന്തൊരു ട്രോളാണ്. അത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് അത് അല്ലെ, ഒരു സീതയായിട്ട് അവര് വരുന്നതിനെതിരെ അല്ലെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ഇതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊള്ളാം, സമൂഹം അല്ലേ, രണ്ടു തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് അതാണ്. അമ്മയെ തല്ലിയ രണ്ടഭിപ്രായം പറയുന്ന നാടാണ് നമ്മുടേത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ടാവും, അതൊക്കെ അത്രേ ഉള്ളൂ. എന്നിട്ട് മക്കൾ പറഞ്ഞാട്ടെ. പിന്നെ ചില കമന്റ് കാണുമ്പോൾ അതിൽ കൂടുതലും ഈ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് അതിപ്പോഴും തുടരുന്നു. യെസ്, അതാണ് എനിക്കിപ്പോഴും പലപ്പോഴും അത്ഭുതമായി തോന്നിയിട്ടുള്ളത്. സാധാരണ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് സ്ത്രീകൾ പബ്ലിക്കിൽ ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ, ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. സാധാരണ നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്. അത് എനിക്കും ഒരു അത്ഭുതമായി തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബാക്കിയുടെ കേട്ടോ എന്നുള്ളത്. പിന്നെ അതിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇടയിലും കുറച്ചധികം ആളുകളെങ്കിലും അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ കുറച്ചായിട്ടെങ്കിലും നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതൊക്കെ ശരി തന്നെ ചേച്ചി, കുറച്ചായിട്ട് നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ട്. പക്ഷെ സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ വിഷയം പോലുള്ള കാര്യങ്ങളിലൊന്നും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു മാറ്റം ചേച്ചി എന്തായാലും ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട, ഒരു 50 വർഷത്തേക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇപ്പോഴും സ്ത്രീകൾ ഒരു പരിധിക്കപ്പുറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പബ്ലിക്കിൽ ഇറങ്ങി കഴിഞ്ഞാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകളും. അതിലൊരു മാറ്റം ഇനി വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം റീസെന്റ് നടന്ന ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ തന്നെയാണ്. മഞ്ജുപിള്ളയുടെ മകളായിട്ടുള്ള ദയാസുജിത്തുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ആരും മറന്നിട്ടില്ലല്ലോ, ആ വിവാദം ആരും മറന്നിട്ടില്ലല്ലോ. അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പ്രയാസമാണ് എന്നുള്ളത്. പിന്നെന്ന് വെച്ചാൽ ദൂരദർശനിൽ ഇരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട് അല്ലെ? എത്ര ആളുകൾ ഇപ്പോഴും ഇപ്പം എന്തൊരു 11 ന്യൂസ് ചാനലോ മറ്റോ ഇവിടെ ഉണ്ട്. സ്വകാര്യ ന്യൂസ് ചാനലുകൾ ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടല്ലോ. ദൂരദർശനിലിരുന്ന് ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് പോകുന്ന വാർത്താ വായനയാണ് ഇഷ്ടമെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം വിവാദമായിരിക്കും, പക്ഷെ എങ്കിലും ഇതൊക്കെ എന്റെ തലയിൽ കൂടെ പോയ സംശയങ്ങളാ, അതല്ലാതെ ഞാൻ വിമർശിച്ച് പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് അപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയങ്ങളാണ്. എന്താണ് അതിന്റെ പ്രശ്നമെന്ന് എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. അത് പ്രശ്നം മാറുന്നും കൊണ്ടല്ല, ആളുകൾക്ക് പഴമയോട് ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ടാണ്. അല്ലാതെ ദൂരദർശനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ എത്ര ആളുകൾ ദൂരദർശനം ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട്? അധികാരം ഫോളോ ചെയ്യുന്നില്ല. ദൂരദർശനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിടേ. ഇപ്പൊ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പല ന്യൂസ് ചാനലുകളും വരുത്തി കഴിഞ്ഞു. അവരൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും പണ്ടത്തെ ദൂരദർശനായിരുന്നു നല്ലത്, അടിപൊളിയായിരുന്നു, എന്തായിരുന്നു ഒരു വാർത്താ വായന എന്നും പറഞ്ഞ് നടക്കല്ല വേണ്ടത്. ഇത് ദൂരദർശനോടുള്ള താല്പര്യം കൊണ്ടൊന്നല്ല, ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ പഴമയോടുള്ള താല്പര്യമാണ്. ഈ ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പണ്ടത്തെ കാലമായിരുന്നു അടിപൊളി, മൊബൈൽ ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു അടിപൊളി. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധി വകതിരിവും ഇല്ലാന്നും പറഞ്ഞു നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവരാണ് ഇമാതിരി ഡയലോഗ് അടിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും പണ്ടത്തെ ദൂരദർശന മക്കളെ അതായിരുന്നു അടിപൊളി, കാണാണെങ്കിൽ ദൂരദർശൻ കാണണം എന്നും പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നത്. ഈ ഡയലോഗ് അടിക്കുന്നവന്മാർ ദൂരദർശൻ കാണുന്നുണ്ടോ? അതും ഇല്ല. യുവമാർക്ക് ഡയലോഗ് അടിക്കാൻ മാത്രം കൊള്ളാം. കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, അതെല്ലാത്തിലും ഉണ്ടാകും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും പണ്ടത്തെ കാലമായിരുന്നു അടിപൊളി, പഴയമായിരുന്നു കിടിലം എന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ച് അടക്കല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സേതുലക്ഷ്മിക്ക് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ? ഓ ഇല്ല ഇല്ല, വിവാദങ്ങൾ വേണ്ട, എനിക്ക് മനസ്സമാധാനമാണല്ലോ. സമാധാനം മതി എന്നൊക്കെ ചിലതൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം പറയുന്നത് കണ്ടന്റ് അല്ല, ഇപ്പം ആ ബ്ലൗസിന്റെ കാര്യം തന്നെ അതൊരു വിവാദമായി. അത് നമ്മളൊന്നും ചെയ്തിട്ടല്ലോ, അതെങ്ങനെയോ വന്നു. ഉറക്കം കരുതിയിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ വിചാരിക്കാത്ത കാര്യമൊക്കെ വാർത്തയാകുമ്പോ ആളുകൾ അത് ഏറ്റുപിടിക്കുമ്പോ? എനിക്കങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ചെയ്ത ഒന്നും
ഇതുവരെ ഒരു വിവാദത്തിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ ചോദിച്ചത് മറ്റേ നമ്മൾ വിചാരിക്കാതെ ബ്ലൗസിന്റെ ആണെങ്കിൽ കൂടെ ആളുകൾ അത് ചർച്ച ചെയ്യാവുന്ന സമയത്ത് അത് ഇല്ല, അത് എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല. ഒരു തരുമ്പോ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. ഞാനത് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ കണ്ടന്റിൽ ആർക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ആ ബ്ലൗസ് ആണ്. അപ്പൊ അതെന്നെ ബാധിക്കുന്നത്. അത് എന്റെ ഒരു ഇഷ്ടമാണല്ലോ, എന്റെ ഒരു കംഫർട്ടബിൾ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഡ്രസ്സിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സേതു ലക്ഷ്മിന്റെ നിലപാടെന്ന് പറയുന്നത്. ധരിക്കുന്ന അവർക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് നമുക്കാണോ പ്രശ്നം അല്ലേ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.